ആ ശൈലി ഞങ്ങൾക്കില്ല. ആ ശൈലി 3 വർഷം കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയവും നോക്കിയില്ല, അങ്ങോട്ടേക്കോട്ടെ സീറ്റ് മാറ്റണമെങ്കിൽ മാറ്റും. അതുകൊണ്ട് ശബരിനാഥൻ അക്കാര്യത്തിലൊന്നും ശബരിനാഥൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അറിയാം. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയൊക്കെയാണ്. ശബരിനാഥൻ്റെ പാർട്ടിക്കാർക്ക് ഉൾപ്പെടെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ. 2010 മുതൽ 15 വരെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നു. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നല്ലോ. അന്ന് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ യൂണിയൻ നേതാക്കന്മാർക്ക്, സ്റ്റാഫുകൾക്ക് സംഘടനാ പ്രവർത്തനം നടത്തുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അവരിവിടെ ഞങ്ങളെക്കാൾ ശക്തിയായിരുന്നപ്പോഴാണല്ലേ കൊടിമര വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എന്നോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥർ, എന്നോട് സഹകരിക്കുന്ന ജീവനക്കാർ, ആ ജീവനക്കാരുടെ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് ഞാൻ എന്തിനാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലപാടെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. പിന്നെ പത്രസമ്മേളനം നീട്ടണ്ടെന്ന് വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ഇവിടെ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ജീവനക്കാരുടെ ഒരു മീറ്റിംഗ് ഒരുമിച്ച് വിളിച്ചിരുന്നു. പല മാധ്യമങ്ങളും വന്നതാണ്. ആ മീറ്റിങ്ങിൽ ജീവനക്കാർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ഇവിടുത്തെ ജീവനക്കാരനെ എഴുന്നേറ്റ് നിർഭയം പറഞ്ഞു, ഈ കോർപ്പറേഷനിൽ ഇങ്ങനൊരു മീറ്റിംഗ് ഞങ്ങളെക്കുറിച്ച് വിളിക്കുവാനും അഭിപ്രായം പറയുവാനും തയ്യാറായ ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ഒരു മാഫിയ സംഘമാണ് സ്ഥലം മാറ്റം നിയന്ത്രിക്കുന്നത്. ഇത് കോൺഗ്രസ്, ഞാൻ നാളെ നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ നമ്പർ, കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ജീവനക്കാരനാണ് പറഞ്ഞത്. ഒരു മാഫിയ സംഘം. അദ്ദേഹം വെഞ്ഞാറമൂട്ടിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിൻ്റെ തൊട്ടടുത്ത് കാട്ടായക്കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്. അവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് അരമണിക്കൂർ കൊണ്ട് എത്തിയിട്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ 60 കിലോമീറ്റർ യാത്ര, ദൈനംദിന യാത്ര ചെയ്യേണ്ട വിഴിഞ്ഞത്താണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കോൺഗ്രസ് യൂണിയനിൽപ്പെട്ട പ്രവർത്തനമായതുകൊണ്ട് മാത്രമാണെന്ന് ശബരിനാഥൻ്റെ പാർട്ടിയിലുള്ള യൂണിയൻ പ്രവർത്തനമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് ചോദിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ശബരിനാഥൻ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായതുകൊണ്ടല്ല കോൺഗ്രസ് യൂണിയൻ്റെ നേതാക്കന്മാർക്ക് ഇവിടെ കൊടിമരം പറ്റിക്കാൻ പറ്റിയത്. BJP ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ആശ്വാസത്തോടെ ഇവിടെ CPMകാർ പിഴുതെറിഞ്ഞ കൊടിമരം കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ടവർ വച്ചത് കഴിഞ്ഞ മാസമാണ്. എന്നോട് വിളിച്ച് തലേദിവസം പറഞ്ഞു ഞങ്ങൾ വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ താമസിച്ചു പോയില്ലാണ് എൻ്റെ വിഷമം. ജനാധിപത്യപരമായിട്ട് നിങ്ങളൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തണം. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും സെക്രട്ടേറിയറ്റ് NGO സംഘ്, സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന NGO സംഘിൻ്റെ പ്രവർത്തകർക്കെതിരായിട്ട് ചില നിലപാടുകൾ സ്വീകരിച്ചു. കോൺഗ്രസ്, അദ്ദേഹം അറിഞ്ഞിട്ടല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തോടെ. ഞാനന്ന് യുവമോർച്ചയുടെ ചുമതലയായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, അങ്ങ് KSUലൊക്കെ വളർന്നു വന്ന ആളാണ്. അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേക്ക് സംഘടനാ പ്രവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളിനെ തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് അങ്ങ് അന്വേഷിക്കണം. അതേ സീറ്റിൽ വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഡിസിഷൻ. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. അദ്ദേഹം 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് പരിശോധിച്ചു, അദ്ദേഹം നടപടി സ്വീകരിച്ചു. ഇന്ന് ഏറ്റവും ശക്തിയുള്ള പ്രസ്ഥാനങ്ങളിലൊന്ന് NGO സംഘമാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ. ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന ജീവനക്കാരുടെ കാര്യത്തിൽ മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ചില ജീവനക്കാർ അത്ഭുതത്തോടെ ഇവിടെ ഒരു കാര്യം നടന്നതായിട്ട് അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? എൻ്റെ ചേംബറിൽ നിന്ന് പറഞ്ഞതാണ്. അതായത് UDF ഭരണസമിതി അധികാരത്തിലേറിയതിൻ്റെ അന്നോ പിറ്റന്നോ കോൺഗ്രസിൻ്റെ യൂണിയൻകാർ, INTUCയുടെ യൂണിയൻകാർ, ഇവിടെ NGO അസോസിയേഷൻ്റെ ആൾക്കാർ ഇവിടെ പ്രകടനം നടത്തി. അവർ സാറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇവിടെ പ്രകടനം നടക്കുന്നത്. അത് ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള സന്തോഷത്തിലാണ്. മുൻപ് നടത്താൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ജീവനക്കാർ നന്നായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ, ഇവിടെ കൂടുതൽ ഇടതുപക്ഷ യൂണിയനിലുള്ള ജീവനക്കാരാണല്ലോ മുനിസിപ്പൽ സർവീസിലുള്ളത്. നന്നായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ ഞങ്ങളെ ഈ ഭരണസമിതിക്ക് സഹായകരമായിട്ട് നിൽക്കുമ്പോഴേക്ക് എക്സ്പീരിയൻസ് ജീവനക്കാർ അവരവരുടെ രാഷ്ട്രീയം പ്രവർത്തിച്ചോട്ടെ. പക്ഷേ അവരെന്തിനാ അനാവശ്യമായിട്ട് എൻ്റെ പാർട്ടികളെ വെച്ച് മാറ്റുന്നത്? ആ ശൈലി ഞങ്ങൾക്കില്ല. ആ ശൈലി 3 വർഷം കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയവും നോക്കിയില്ല, അങ്ങോട്ടേക്കോട്ടെ സീറ്റ് മാറ്റണമെങ്കിൽ മാറ്റും. അതുകൊണ്ട് ശബരിനാഥൻ അക്കാര്യത്തിലൊന്നും ശബരിനാഥൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അറിയാം. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയൊക്കെയാണ്. ശബരിനാഥൻ്റെ പാർട്ടിക്കാർക്ക് ഉൾപ്പെടെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ. 2010 മുതൽ 15 വരെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നു. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നല്ലോ. അന്ന് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ യൂണിയൻ നേതാക്കന്മാർക്ക്, സ്റ്റാഫുകൾക്ക് സംഘടനാ പ്രവർത്തനം നടത്തുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അവരിവിടെ ഞങ്ങളെക്കാൾ ശക്തിയായിരുന്നപ്പോഴാണല്ലേ കൊടിമര വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞത്. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശബരിനാഥനും കോൺഗ്രസിനും സാധിച്ചിട്ടുണ്ടോ? ഇന്ന് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ BJPയുടെ പ്രവർത്തനമായ മേയറെ വിളിച്ചിട്ട് പറയുകയാണ്, സാർ ഞങ്ങൾ നാളെ രാവിലെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുകയാണ്, കൊടിമരം വയ്ക്കുകയാണ്, അങ്ങനെ ഒന്ന് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ മാസം വയ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന്. എല്ലാ സംഘടനകളും പ്രവർത്തിക്കട്ടെ, LDFും BMSും പിന്നെ INTUCയും CIT ഒക്കെ പ്രവർത്തിക്കട്ടെ, അവരവരുടെ ആശയം പറയട്ടെ. അതുകൊണ്ട് ശബരിനാഥൻ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൊക്കെ ഭരണസമിതി തീരുമാനമെടുത്തോളാം. അല്ല, ഞാൻ ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും 3 വർഷം ഒരേ സീറ്റിൽ തന്നെ ഇരിക്കുന്നവർക്ക് ആ സീറ്റ് മാറി എല്ലാ സീറ്റിലെ വർക്കും പഠിക്കണമല്ലോ. ഒരു ചേഞ്ച് കൊടുക്കണം എന്നുള്ള ചർച്ച പുതിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് ആവശ്യമാണെന്നുള്ള പരിശോധിക്കും. 22 വർഷം 24 വർഷം കൊണ്ട് ഒരേ സീറ്റ് ഇരിക്കുന്നവരുണ്ട്, ഉണ്ടായിരുന്നു.
ഒരേ സീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. 22-24 വർഷം വന്ന സീറ്റിലങ്ങ് ഇരിക്കുകയാണ്. എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് അപ്പം ലീവ് എടുക്കും. പിന്നെ ആരെങ്കിലും പിടിച്ച് തിരിച്ചു അതേ സീറ്റ് വന്നാലേ പോവുള്ളൂ.